ഇന്നത്തെ നമ്മുടെ കഥയുടെ പേര് മാറ്റത്തിന്റെ വിത്ത്. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ രാമു എന്ന് പേരുള്ള ഒരു കർഷകൻ ഉണ്ടായിരുന്നു. വളരെ കഠിനാധ്വാനിയായ അദ്ദേഹം തന്റെ തോട്ടത്തിൽ പുതിയൊരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു. ചൈനീസ് ബാമ്പു മുള എന്ന ചെടിയുടെ വിത്തുകൾ അദ്ദേഹം നട്ടു. എല്ലാ ദിവസവും കൃത്യമായി നനച്ചു, വളമിട്ടു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും മണ്ണിൽ നിന്നും ഒരു മുള പോലും വന്നില്ല. പക്ഷേ അയൽവാസികൾ അദ്ദേഹത്തെ പരിഹസിച്ചു. രാമു, നീ വെറുതെ സമയം കളയുകയാണ് എന്നവർ പറഞ്ഞു. 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു. അപ്പോഴും മണ്ണിലൊരു മാറ്റവുമില്ല. പക്ഷെ രാമു തന്റെ വിശ്വാസം കൈവിട്ടില്ല. അദ്ദേഹം എല്ലാ ദിവസവും ആ മണ്ണിൽ വെള്ളമൊഴിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇങ്ങനെ 5 വർഷങ്ങൾ കടന്നുപോയി. ഗ്രാമവാസികൾ രാമുവിനെ ഭ്രാന്തൻ എന്ന് വിളിക്കാൻ തുടങ്ങി. 5-ാം വർഷത്തിന്റെ ഒരു പ്രഭാതത്തിൽ അത് സംഭവിച്ചു. ആ കൊച്ചു വിത്ത് മണ്ണിൽ നിന്നും മുളച്ചു വന്നു. അത്ഭുതകരം എന്ന് പറയട്ടെ, വെറും 6 ആഴ്ചകൾ കൊണ്ട് ആ മുള 50 അടി ഉയരത്തിൽ വളർന്നു. 5 വർഷം ഒന്നും സംഭവിക്കാത്ത ആ വിത്ത് എങ്ങനെയാണ് 6 ആഴ്ച കൊണ്ട് ഇത്രയും വളർന്നത്? ഗ്രാമവാസികൾ അമ്പരന്നുപോയി. യഥാർത്ഥത്തിൽ ആ 5 വർഷം ആ മുളയുടെ വിത്ത് വെറുതെ ഇരിക്കുകയായിരുന്നില്ല. മുകളിലേക്ക് വരാനുള്ള കരുത്തിനായി അത് മണ്ണിനടിയിൽ ആഴത്തിൽ വേരുകൾ പടർത്തുകയായിരുന്നു. ആ ശക്തമായ വേരുകൾ ഇല്ലായിരുന്നെങ്കിൽ വെറും 6 ആഴ്ച കൊണ്ട് 80 അടി ഉയരത്തിലേക്ക് വളരാൻ ആ ചെടിക്ക് സാധിക്കില്ലായിരുന്നു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ പരിശ്രമിച്ചിട്ടും ഫലം കാണുന്നില്ല എന്ന് തോന്നാം. പക്ഷേ ആ സമയത്തൊക്കെ നമ്മൾ കരുത്താർജിക്കുകയാണ് ചെയ്യുന്നത്. ക്ഷമയോടെ കാത്തിരിക്കുവാനും പരിശ്രമിക്കാനും തയ്യാറാണെങ്കിൽ ഒരു ദിവസം നമ്മളും ആ മുളയെപ്പോലെ ഉയരങ്ങളിലെത്തും.